അഗ്രി ഗുരുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫുഡ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആവശ്യം, എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാറുള്ളത് എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ അത് മാത്രമാണോ നമ്മുടെ ആവശ്യം? അതുമാത്രമാണോ അതിൻ്റെ ഒരു ധർമ്മം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആവശ്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആണ്. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്കിപ്പോൾ എനർജി കിട്ടാനും ഒക്കെ അത് മീറ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതാണ് നമുക്ക് ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയാനുള്ളത്. ഇനി ഇത് മാത്രമാണോ? അല്ല, സോഷ്യൽ ഫങ്ഷൻസ്. അപ്പോൾ എന്തായിരിക്കും ഈ സോഷ്യൽ ഫങ്ഷൻസ്? ഇപ്പോൾ നമ്മൾ ഒരു ഗ്യാതറിങ് അല്ലേ, ഒരു ഗ്യാതറിങ്ങിൽ നമുക്ക് ഒരു പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പല കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സോഷ്യൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഒക്കെ സാഹചര്യം ഒരുക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഭക്ഷണം എന്ന് പറയുന്നത് അല്ലേ. എല്ലാത്തിൻ്റെയും ഒരു മെയിൻ എന്താ പറയുക, ഏതൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ്. അപ്പം അത് പലതിനെയും നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സദ്യയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതേപോലെ ഓണത്തിന് വെക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അപ്പോൾ ആ ഇപ്പോൾ പെരുന്നാളിന് വെക്കുന്ന ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ഈ കട്ട്ലറ്റുകളൊക്കെ കൂടുതലായിട്ട് പെരുന്നാൾ സമയങ്ങളിൽ കട്ട്ലറ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറുണ്ട്, പലതരം കട്ട്ലറ്റുകൾ. അത് ചിലപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കണം നിർബന്ധമില്ല അല്ലേ. അപ്പോൾ ആ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് കൂട്ടാനായിട്ടും ആ സോഷ്യൽ ഒരു റിലേഷൻഷിപ്പ് കൂട്ടാനായിട്ടും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രിയൻസ് ആയിട്ട് കിട്ടുന്നത് മാത്രമല്ല, അതിനൊരു സോഷ്യൽ ഫങ്ഷനും ഉണ്ട്. ഇനി അടുത്ത സൈക്കോളജിക്കൽ ഫങ്ഷൻ. അപ്പോൾ അതെന്താ സൈക്കോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ? ഇപ്പം നമ്മുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, നമ്മൾ ചിലവരെന്ത് ചെയ്യും, സ്ട്രെസ്സ് ടെൻഷൻ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം ഉപയോഗിക്കില്ല, ഒഴിവാക്കും അല്ലേ, ഭക്ഷണം നമുക്ക് വേണ്ട. ചില ആളുകളോ സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ ഭക്ഷണം കഴിക്കും. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ ഭക്ഷണം കഴിക്കും അല്ലേ. അങ്ങനെ ഒരു സാധനം. പിന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അവരെന്തിനാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്? ഇക്കണോമിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതല്ലാതെ അവർക്കൊരു ക്രേസാണ് അല്ലേ. അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് സമാധാനം കൊടുക്കുന്ന, അവർക്ക് എന്താ പറയുക, ഒരു തൃപ്തി കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് അല്ലേ, ഒരു ആശ്വാസമുണ്ട്. ആ ഒരു സൈക്കോളജിക്കലി അവരെ എന്താ പറയുക, തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഭക്ഷണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഭക്ഷണം കൊണ്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് പലതാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ത്, നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ന്യൂട്രിയൻസ് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിന് പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ സൈക്കോളജിക്കൽ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ്, സൈക്കോളജിക്കൽ അല്ല, ഫിസിയോളജിക്കൽ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഭക്ഷണത്തിനെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എനർജി ഇൽഡിങ്. എനർജി ഇൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തിന് നമ്മൾ എനർജി ഇൽഡിങ് എന്ന് പറയുന്നു. അപ്പോൾ അത് കൊടുക്കുന്നത് എന്തായിരിക്കും? എനർജി ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് മാക്രോ ന്യൂട്രിയൻസ്, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളെയാണ് നമ്മൾ എനർജി ഇൽഡിങ് ഭക്ഷണമായിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ പറയാറുള്ളത് ബോഡി ബിൽഡിങ്. അത് നമുക്കറിയാം അല്ലേ, ബോഡി ബിൽഡിങ് കൂടുതലായിട്ടുള്ള ചെയ്യുന്ന ആളുകൾ കഴിക്കുന്ന സാധനം എന്താണ്? ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. ഇപ്പോൾ പ്രോട്ടീൻ നമുക്ക് എപ്പോഴും മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്, മസിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ ബോഡി ബിൽഡിംഗ് ഫുഡ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ ആൻഡ് റെഗുലേഷൻ. അതായത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് നടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളാരും എന്താ പറയുക, ഇനീഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും, നമ്മളാരും അതിനുവേണ്ടി സമയം കളഞ്ഞില്ലെങ്കിലും ബോഡിയിൽ നാച്ചുറലായിട്ട് നടന്നു പോകുന്ന കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശ്വാസം വലിക്കുന്നത്, റെസ്പിറേറ്ററി സിസ്റ്റം
നമ്മളാരും ഒന്നും ചെയ്യുന്നില്ല, ഇൻവോളണ്ടറി ആണ്, തന്നെ നടന്നു പോവാണ് അല്ലേ. അതുപോലെ സർക്കുലേഷൻ, നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് നമ്മളാരും ഒന്നും ചെയ്തിട്ടല്ല, അത് നാച്ചുറലി നടന്നു പോകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വാട്ടർ ബാലൻസ് ആണെങ്കിലും നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകും. അതൊക്കെ റെഗുലേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അത് മെയിനായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് നമുക്ക് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യാൻ കഴിവുണ്ട്. ഇത് മാത്രം പോരാ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻസും മിനറൽസും. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന പല ബോഡി ഫങ്ഷൻസും നാച്ചുറലായിട്ട് നടന്നു പോകാനായിട്ട് സഹായിക്കുന്നത്. അതേപോലെ മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത്, അതാണ് നമുക്ക് വരുന്നത് കുറച്ച് ഫൈറ്റോ കെമിക്കൽസ്, ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോൾ ഭക്ഷണങ്ങളിൽ കണ്ടുവരുന്ന ചില കോമ്പൗണ്ട്സ്, നമ്മുടെ കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനോ ഫാറ്റോ ഇതൊന്നും അല്ലാതെ, വൈറ്റമിൻസ് മിനറൽസ് ഒന്നും അല്ലാതെ, ഈ ന്യൂട്രിയൻസ് ഒന്നും അല്ലാതെ കണ്ടുവരുന്ന കുറച്ച് കോമ്പൗണ്ട്സ്, ആ കോമ്പൗണ്ട്സിന് നമ്മൾ പല അസുഖങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്. ആ കോമ്പൗണ്ട്സിന് ഉള്ള ഭക്ഷണങ്ങളെയാണ് നമ്മൾ പറയാറുള്ളത് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത്, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കൊണ്ട് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആണ്. ഇത് കൂടാതെ നമുക്ക് സോഷ്യൽ ഫങ്ഷൻസും സൈക്കോളജിക്കൽ ഫങ്ഷൻസും ഉണ്ട്. താങ്ക് യു.